ലൈവിൽ ഇപ്പോൾ അനുമോളെ അനീഷ് പ്രപ്പോസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഏതായാലും അനുമോൾ ഭയങ്കരമായിട്ട് ടെൻഷനിലാണ്. ഇതിപ്പോൾ ആരടുത്ത് പറയുന്നുള്ള വളരെ ഒരു ടെൻഷനിലിരിക്കുകയാണ് അനുമോൾ. കാരണം പട്ടാഗേൾസൊക്കെ അടിച്ച് പിരിഞ്ഞതും മാത്രമല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് ഇതൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പറ്റിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ആരുമില്ല. പിന്നീട് അനുമോൾക്ക് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അളവ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാവും. പിന്നീട് തനിക്കൊരു കാര്യം ഷെയർ ചെയ്യണമെന്നുള്ളപ്പോൾ പട്ടാഗേൾസിൽ ആദിലായിട്ടാണ് അനുമോൾക്ക് ഇത്തിരി നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ നൂറെ അപേക്ഷിച്ച്. അപ്പോൾ ആദിലിനെ വിളിച്ചുകൊണ്ടോ എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ ആദില കൂടെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദിലയുടെ അടുത്ത് അനുമോൾ പറഞ്ഞിടി ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയും, പക്ഷേ നീ ഇത് ആരുടെ പറയരുത്, എനിക്ക് പ്രോമിസ് ചെയ്യും, നൂറയോട് പോലും പറയരുതെന്ന് പറയും. അപ്പോൾ ആദില അതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുമോൾ ഇങ്ങനെ ആദിലയുടെ അടുത്ത് പറയടി എന്നെ അനീഷിട്ടെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്ന്. അപ്പം ആദില പറയും എടി ചുമ്മാ തമാശയ്ക്കായിരിക്കും. അപ്പം അനുമോൾ തമാശയ്ക്കല്ല പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു പ്രാങ്കാണ്, പക്ഷേ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞതിന് ശേഷം അനുമോൾ ഇങ്ങനെ ആദിലയോട് പറയുന്നുണ്ട്. അതായത് രാവിലെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, പിന്നീട് എൻ്റെ റിപ്ലൈ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ട് പോകുന്ന എനിക്കൊക്കെ തോന്നി, എനിക്ക് ഭയങ്കര പേടിയാവുന്നു, കളി കാര്യമായി എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട് അത് എന്താ എനിക്കറിയില്ല, ഇന്ന് രാവിലെ ചേട്ടൻ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നില്ല, ഇനി നിന്നെ ഉദ്ദേശിച്ച് വല്ലതും പറഞ്ഞതാണ് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് അറിയാൻ വയ്യ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്നോട് ഭയങ്കര കെയറിങ് ആണ്, എനിക്ക് വേണ്ടി ബാറ്ററി എടുത്തുകൊണ്ട് തരും, പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വെച്ചാൽ ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകി വയ്ക്കും, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വിചാരിച്ചാൽ അതൊരു സാധാരണ രീതിയിൽ നടക്കുന്നതാണ്. എന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു, കാരണം നമ്മൾ എന്നെക്കുറിച്ച് വല്ല കളിയാക്കിയൊക്കെ ചെയ്യണമെങ്കിൽ അനീഷേട്ടി ഇപ്പോൾ അങ്ങ് ചിരിച്ച് തള്ളുന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു ഡൗട്ട്, അത് ആരത് പറയാൻ പറ്റുന്നില്ല, ഇതൊക്കെ നിന്നെ കാരണമാണ്, നിങ്ങൾ മിണ്ടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ കൂടെ നടക്കൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം പറയാം നിനക്ക് അത് തന്നെ വേണോടി, നീ ഞങ്ങളോട് മിണ്ടാൻ നടന്നിട്ടല്ലേ ഇതൊക്കെ പറ്റിയെന്നൊക്കെ പറയാം. അപ്പോൾ എന്നിട്ട് അനുമോൾ പറയുന്നത് എനിക്കിപ്പോൾ ഭയങ്കര ഒരു പേടിയാവുന്നു, ഈ ചേട്ടൻ ഇത് സീരിയസ് ആയിട്ട് എടുത്തു, എൻ്റെ മനസ്സിൽ അനീഷേട്ടനെ ഞാനൊരു ബ്രദറിനെ പോലെ കണ്ടിട്ടുള്ളത്, അപ്പോൾ ഇങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്യും, അത് ഈ ചേട്ടൻ ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരുമായിരുന്നു, ഇതിപ്പോൾ ഞാൻ നൈസായിട്ട് അപ്പോഴും പറയൂലായിരുന്നു, ഇവിടെ വെച്ച് ഇതിപ്പോൾ ഈ ജനങ്ങൾ മൊത്തം കാണൂലേ, ബിഗ് ബോസ് അയ്യോ മൈക്ക് എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് നല്ല ടെൻഷൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആ ചേട്ടൻ്റെ ഗെയിമിനെ ബാധിക്കുമോ, അങ്ങനെയൊക്കെ അനുമോൾക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് നിനക്കത് കേട്ടപ്പോൾ. അപ്പോൾ അനുമോൾ പറയുന്നു വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീ എടുത്ത് എന്നെ വിവാഹം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേൾക്കാൻ നല്ലൊരു സുഖമാണ്, പക്ഷേ ഞാൻ ആ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല, പിന്നെ തമാശയ്ക്കായിട്ടാണ് ഓരോന്ന് ചെയ്തത്, ഇതിപ്പോൾ കളി കാര്യമാവുമോ എന്നൊരു ഡൗട്ട്, എനിക്കിപ്പോൾ പേടിയാവുന്നു, ഞാൻ എങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കും എന്നൊക്കെ തരത്തിൽ ആദിലയോട് തൻ്റെ വിഷമമൊക്കെ അനുമോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.